പ്രാക്ടീസിൽ വളരെ പ്രധാനമായിട്ട് ഒബ്സർവ് ചെയ്ത 80 വയസ്സുള്ള ഒരു പേഷ്യൻസും 102 വയസ്സുള്ള ഒരു പേഷ്യൻസിൻ്റെ അടുത്ത് നിന്നും കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഈ പേഷ്യൻസ് ബേസിക്കലി ഡൽഹിയിൽ താമസിച്ചിരുന്നു. റീസെൻ്റ്ലി അവർ കേരളത്തിൽ വന്നിട്ടുണ്ട്. അവരെല്ലാം സിഖുകാരോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഹാബിറ്റ്, ഹ്യൂമാനിറ്റി, രാജ്യസ്നേഹം ഇതെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു ഗുണപാഠമാണ്. എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഓക്കെ. ഒരാൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, നമുക്കറിയാം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബ്രഷിംഗ് ആണ്, മെഡിറ്റേഷൻ ആണ്, പ്രാർത്ഥനയാണ്, എക്സസൈസ് ആണ്. അതോടുകൂടി നമ്മൾ 2 ഗ്ലാസ് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ കഴിക്കണം. ഇറ്റ് ഈസ് എ ഗുഡ് ഹാബിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രഷിംഗ് അറ്റ് ഏർലി മോർണിംഗ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം എഗെയിൻ ബ്രഷിംഗ് കഴിഞ്ഞിട്ടാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ടൂത്ത് മോസ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഓൺലൈനിൽ കിട്ടും. അത് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന കളറായിരിക്കാം. മിൻറ്റ് ഫ്ലേവർ, ചോക്ലേറ്റ് ഫ്ലേവർ, എനി ഫ്ലേവർ. യു വിൽ ഗെറ്റ് സ്ട്രോബെറി ഫ്ലേവർ. ടൂത്ത് മോസ്, യു സെർച്ച് യുവർ ഫോൺ. ടൂത്ത് മോസ് കമ്പൽസറി ആയിട്ട് വരേണ്ടത്, നിങ്ങളത് വാങ്ങിക്കണം. ഈ ടൂത്ത് മോസ് നിങ്ങളുടെ ഫിംഗർ കൊണ്ട് തന്നെ എല്ലാ പല്ലുകളിലും അപ്ലൈ ചെയ്യണം. അതാണ് രാവിലെ ചെയ്യേണ്ടത്. എഗെയിൻ ഉച്ചക്ക് ലഞ്ച് ടൈമിൽ എന്താണ് ചെയ്യേണ്ടത്? ലഞ്ച് ടൈമിൽ യൂഷ്വലി നമ്മൾ ഉപയോഗിക്കും ഹെവി ഫുഡ്സ് ഉപയോഗിക്കും. എല്ലാവരും ഉപയോഗിക്കും. ഉച്ചക്ക് നല്ല ഫുഡ് ഉപയോഗിക്കും, നല്ല ലഞ്ചായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലോഷിങ്ങും ഇന്റർഡെന്റൽ ക്ലീനിങ്ങും നിർബന്ധമാണ്. പല്ലിൻ്റെ ഇട വൃത്തിയാക്കൽ, 2 പല്ലിൻ്റെ ഗ്യാപ്പ് വൃത്തിയാക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഫ്ലോസിങ്ങും ഡെന്റൽ ക്ലീനിങ്ങും നമ്മൾ എന്ത് ചെയ്യണം? ഉച്ച സമയത്ത് നിങ്ങൾക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഇനി രാത്രി, ഈവനിങ് ആൻഡ് സ്കിപ്പിംഗ്. രാത്രി നമ്മൾ എന്ത് ചെയ്യണം? ഉറങ്ങാൻ പോകുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? കുളി കഴിഞ്ഞതിന് ശേഷം, നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ കമ്പൽസറി ആയിട്ട് നമ്മൾ ബ്രഷ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ബ്രഷിംഗ് എന്ന് പറയുന്നത് നൈറ്റ് ബ്രഷിംഗ് ആണ്, ബിഫോർ ബെഡ്. മൈൻഡ് യു, ദിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിൻസ് ചെയ്യാൻ ഒരു വാട്ടർ ഉപയോഗിക്കണം. ആ വാട്ടറിനകത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഗ്രാമ്പു ഇട്ടിട്ട് അതുകൊണ്ട് വെള്ളം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൗത്ത് വാഷ് യൂസ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങളെ വായ റിൻസ് ചെയ്തതിന് ശേഷം എഗെയിൻ യു ക്യാൻ യൂസ് ടൂത്ത് മോസ്. എഗെയിൻ നിങ്ങൾക്ക് ടൂത്ത് മോസ് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ടൂത്ത് മോസ് ഉപയോഗിക്കാൻ ക്യാഷ് ഇല്ല, എക്കണോമിക്കലി യു ആർ നോട്ട് സൗത്ത്, മോർ ദാൻ 1000 rupees വരും അറ്റ് പ്രസന്റ്. 1000 to 2000 rupees റേഞ്ച് വരും. ഇതില്ല എങ്കിൽ വാട്ട് ഈസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ? നിങ്ങൾക്ക് സോൾട്ടും ഓയിലും കൂടി, കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്ത് സൊല്യൂഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മോസിന് പകരം ഉപയോഗിക്കാം. ഉദ്ദേശിക്കുക, സെയിം റിസൾട്ട് നമുക്ക് കിട്ടില്ല. കാരണം ടൂത്ത് മോസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മുടെ പല്ലിൻ്റെ ഏറ്റവും പുറത്തുള്ള എനാമൽ എന്ന് പറയുന്ന കവറിനെ സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കും. അതുവഴി പല്ലിന് പോട് വരില്ല. അതാണ് ടൂത്ത് മോസിൻ്റെ പ്രധാനം. ഒരു കാര്യം കൂടി ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് സാധിക്കുമെങ്കിൽ ഒന്ന് വാങ്ങണം. കാരണം അടുത്ത ജനറേഷൻസ് നോർമൽ ടൂത്ത് ബ്രഷ് ആരും ഉപയോഗിക്കില്ല. നീം സ്റ്റിക്കും ഓൾഡ് ടൂത്ത് ബ്രഷൊക്കെ പഴയ കാലമായിരുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. അതുകൊണ്ട് യു മസ്റ്റ് ബൈ എ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഓർ പവർ ടൂത്ത് ബ്രഷ് ആൻഡ് യു മസ്റ്റ് ഹാവ് ദി ഹാബിറ്റ് ഓഫ് യൂസിങ് tooth moss on your tooth. Thank you all. I am Dr. Ali Arimras Dental Clinic, Melatu. എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, aliarimbrasdentalclinic.com. Ali Arimras, Facebook, YouTube, Instagram, Shorts. Thank you all.